റിയൽ മാഡ്രിഡിന്റെ മയോർക്കയ്ക്കെതിരായ 2-1 വിജയത്തിനു ശേഷം ടീമിന്റെ മികച്ച തുടക്കത്തിൽ പരിശീലകൻ സാബി അലോൺസോ സംതൃപ്തി രേഖപ്പെടുത്തി. എന്നാൽ മെച്ചപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തുടക്കത്തിൽ ടീം മന്ദഗതിയിലായിരുന്നെങ്കിലും മയോർക്കയുടെ പ്രതിരോധത്തെ മറികടക്കാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞു. എന്നിരുന്നാലും തങ്ങളുടെ പ്രസിംഗിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും ടീമിന്റെ ആത്മവിശ്വാസം വളർത്തുന്നത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യ 3 മത്സരങ്ങളിൽ നിന്ന് 9 പോയിന്റുകൾ നേടേണ്ടതിന്റെ പ്രാധാന്യവും ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ അടുത്തുവരുന്നതിനാൽ ടീമിനെ സജ്ജമാക്കേണ്ടതിന്റെ ആവശ്യകതയും അലോൺസോ വ്യക്തമാക്കി. വാർ തീരുമാനങ്ങളെക്കുറിച്ചുള്ള നിരാശയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അർദ്ധ ഗുള്ളറുടെ ഗോൾ റദ്ദാക്കിയതിനെക്കുറിച്ച് സാബി ഇങ്ങനെ പ്രതികരിച്ചു: ഫോർത്ത് ഒഫീഷ്യൽ അത് ഒരു ഉടനടിയുള്ള നടപടിയാണെന്ന് പറഞ്ഞു. എന്നാൽ റഫറി അത് വ്യത്യസ്തമായി വ്യാഖ്യാനിച്ചു. 3-1 എന്ന സ്കോർ ഞങ്ങൾക്ക് കൂടുതൽ ആശ്വാസം നൽകുമായിരുന്നു. അവസാനം വരെ മത്സരം ഇഞ്ചോടിഞ്ചായിരുന്നു. റഫറിയാണ് ചുമതലയുള്ളയാൾ. ഇന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു. വിനീഷ്യസ് ജൂനിയറിന്റെ ഗോളും പ്രകടനവും അലോൺസോ പ്രശംസിച്ചു. റയൽ മാഡ്രിഡിന് കളിയിലെ നിയന്ത്രണം നഷ്ടപ്പെട്ടപ്പോൾ റോഡ്രിഗോയെ മാറ്റാനുള്ള ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി. കൈലിയൻ എംബാപ്പയുടെ ഗോൾ നേടാത്തതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ആശങ്കയില്ലായിരുന്നു. എംബാപ്പെ അടുത്ത മത്സരങ്ങളിൽ തന്നെ ഗോൾ നേടാൻ കഴിയുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ടീമിന് കൂടുതൽ കരുത്തും ഏകാഗ്രതയും നൽകിയ കരേറസിന്റെ പ്രകടനത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ഫ്രാൻ ഗാർസിയയെപ്പോലുള്ള കളിക്കാരിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ വാക്കുകൾ ചുരുക്കി പറഞ്ഞുകൊണ്ട് അലോൺസോ ഇങ്ങനെ പറഞ്ഞു: ഫലം റയൽ മാഡ്രിഡ് ശരിയായ പാതയിലാണെന്ന് സ്ഥിരീകരിക്കുന്നു. എന്നാൽ ചില നല്ല കാര്യങ്ങളും തിരുത്തേണ്ട കാര്യങ്ങളുമുണ്ട്. ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം ടീം മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ അവ ശരിയാക്കും. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ മാച്ചിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ കുറിക്കൂ. കൂടുതൽ ഫുട്ബോൾ വിശകലനത്തിനായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.